വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആക്ച്വലി ഇപ്പോൾ സമയം 8:30 അപ്പോൾ ഞാൻ വായിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി റീഡ് ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് അശ്വതി ശ്രീകാന്തിൻ്റെ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കാണ്. ഇത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി ഈ ബുക്ക്. ഈ ബുക്ക് കാണുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് ഫീലൊക്കെ തോന്നുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ ഓരോ ചാപ്റ്റർ വൈസാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. എല്ലാതും നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മളെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ 6ാമത്തെ ചാപ്റ്ററാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ബുക്സൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹൈലൈറ്ററും വെക്കാറുണ്ട്. കാരണം നമ്മൾ വായിക്കുന്ന ബുക്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമാവും തോന്നുന്ന ചില ലൈൻസും അതേപോലെ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഹോൾ ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പുസ്തകം വായനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കളർ ചെയ്യാൻ വിചാരിച്ചു. ഇത് ഫാക്ടറി നോട്ടിൻ്റെ കൂടെ അവർ അയച്ചിരുന്ന ഹാപ്പി ആൻഡറിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കളറിംഗ് ബുക്കാണ്. ഇത് ഭയങ്കര ഒരു കോസി വൈബൊക്കെ തരും നമുക്ക് ഈ കളറിംഗ് ബുക്ക് നോക്കിയാൽ. വെറുതെ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കൊരു നമ്മൾ മൂടൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു കൺഫ്യൂഷൻ ഏത് പേജ് കളർ ചെയ്യുന്നുള്ളതാണ്. ഞാൻ അറ്റ് ലാസ്റ്റ് ഒരു പേജ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഭയങ്കര ഭയങ്കര കൂടുതലായിട്ടുള്ള ഒന്നും ഇപ്പോൾ കളർ ചെയ്യാനുള്ളൊരു മൂഡില്ല. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലും കളർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പേജ് സെലക്ട് ചെയ്തത്. പക്ഷേ ഈ പേജ് ഫുള്ളൊന്നും ഞാൻ കളർ ചെയ്യുന്നില്ല. അത് കുറച്ച് ഭാഗം മാത്രം കളർ ചെയ്തിട്ട് ബാക്കി പിന്നെ എപ്പോഴേലും ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ നേരത്തെ ഞാൻ എൻ്റെ ലാപ്പ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് വന്നത്. കാരണം കുറച്ച് ക്ലാസ്സസ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ പോയി നോക്കുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാപ്പിൽ ചാർജ് ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്തായാലും ഇന്ന് ക്ലാസ്സസ് കേൾക്കുന്നത് നടക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹിമാലയൻ്റെ ലെമൺ ഫേസ് വാഷാണ്. ഇത് ഓയിൽ ക്ലിയർ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല, അത്രയ്ക്ക് ഓയിൽ ക്ലിയർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ കറൻ്റ് പർച്ചേസ് ചെയ്തത് ഗുഡ് വൈബ്സിൻ്റെ ചാർക്കോൾ ഫേസ് വാഷാണ്. അതും എനിക്ക് അത്രയ്ക്കൊരു യൂസ്ഫുൾ ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം അതിൻ്റെ ഫ്രാഗ്രൻസും മൊത്തത്തിലുള്ള കൺസിസ്റ്റൻസി കുഴപ്പമില്ല. പക്ഷേ അത് ഫോമിങ് അല്ല. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ എത്ര ഇതാക്കിയാലും എനിക്ക് ഫോമിങ് ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പം അങ്ങനെ ജസ്റ്റ് ഫേസ് വാഷൊക്കെ ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് സ്കിൻ കെയർ ചെയ്യാൻ വന്നിരുന്നു. ഞാനങ്ങനെ കൂടുതൽ സ്കിൻ കെയർ ചെയ്യുന്നൊരു പേഴ്സൺ അല്ല. ഒന്നാമത് മടിയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കറക്റ്റ് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ എൻ്റെ ഫേസിൽ അത്യാവശ്യം പിമ്പിൾസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഫേസ് ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ എപ്പോഴും സ്കിൻ കെയർ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ ഫേസ് ഇപ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ടുണ്ട്. പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി. ഞാനിപ്പോൾ രാത്രി പൊതുവേ ഈ ഒരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മളെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ ആക്നെ വന്നിട്ടുള്ള മാർക്സും കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആവാൻ നല്ലതാണെന്ന് കണ്ടിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നമുക്ക് കുറച്ച് ദിവസമായിട്ടുള്ള യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് എങ്ങനെയുണ്ട് എന്ന് പറയാനായിട്ടില്ല. പിന്നെ ഞാൻ സിമ്പിളിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അല്ലാതെ ഞാൻ രാത്രി ഇപ്പോൾ അധികം സിറം അല്ലെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ലിപ് ബാമായിട്ട് മാബ്ലിൻ ന്യൂയോർക്കിൻ്റെ സ്ട്രോബെറി വേരിയൻറ്റിൽ വരുന്നൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ കെയർ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ടൈം 9:30 ഇനിയിപ്പോൾ പഠിക്കൽ എന്തായാലും നടക്കില്ല. അപ്പോൾ കിടന്നിട്ട് നാളെ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പോൾ ഞാൻ എന്തായാലും പോയി കിടക്കട്ടെ. ആൻഡ് വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്. ആൻഡ് നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക.